അച്ഛനെന്തിനാ എന്നെ പിടിക്കുന്നേ? ഇടാ, ഇവിടെ ആര് കിടന്ന് തമ്മി തല്ലിയാലും അതിന്റെ നാണക്കേടും ചീത്തപ്പേരും ഉണ്ടാവുന്നതേ ഇന്ദ്രപ്രസ്ഥൻ തറവാടാണെന്ന് അറിയാലോ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിനക്ക് ബോധമില്ലാതെ പോയോ? അഷിത ഇങ്ങനെ ഒരു പാർട്ടി വിളിച്ച് കൂട്ടിയതിന്റെ പേരിൽ എന്തൊക്കെ നാണക്കേടാ നേരിടേണ്ടി വരുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ അവളോട് ഒന്നും വേണ്ടെന്ന്. എന്തിന്റെ പേരില ഇനി നിങ്ങൾ അയാളെ ന്യായീകരിക്കുന്നത്? ആരെങ്കിലും ഒരു കെണി ഒരുക്കിയാൽ അതിൽ ചെന്ന് ചാടിയിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ആളാണ് സഞ്ജയ് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ കുഞ്ഞ് കരഞ്ഞ അയാളോട് ഓരോന്നും പറഞ്ഞിട്ടും ഒരക്ഷരം അയാൾ മിണ്ടിയോ? എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞോ? അതൊക്കെ നേരിട്ട് കണ്ടവരല്ലേ നിങ്ങള്? ഇവളോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളോട് മറുപടി പറയാതെ അയാൾ നിൽക്കുമായിരുന്നോ? ഇത്രയും നാൾ ഇവളെ കാണാനും എടുക്കാനും വീട്ടിൽ കയറാനും സ്കൂളിൽ കയറാനും ഉള്ള അവസരങ്ങൾ നോക്കി നടന്ന അയാളുടെ സ്നേഹമെല്ലാം ഇപ്പൊ എവിടെ പോയി? അതോ ഇതൊക്കെ അഭിനയമായിരുന്നോ? ഒന്നുമല്ല, എനിക്കറിയാം എന്താന്നുള്ളത്. ആ താര കല്യാണത്തെ കുറിച്ച് പറയാതിരുന്നത് കൊണ്ട് എന്റെ മോളോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കല്യാണം നടക്കുന്ന ഉറപ്പായതോടെ ആരും അയക്ക് വേണ്ടതായി. എനിക്കറിയായിരുന്നു കിരൺ, എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കുമെന്ന്. അതൊന്നും അറിയാതെ ഇവള എപ്പോഴെപ്പോഴും അച്ഛ അച്ഛന്ന് വിളിച്ച് അയാളുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കുന്നത്. നോക്കിക്കോ, എന്റെ മോളെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കും. ഇവളൊരിക്കലും ആരും ഇല്ലാത്തവളായിട്ടൊന്നും പോവില്ല. ഞാനുണ്ട് എന്റെ മോക്ക്. എനിക്കറിയാം ഇവളെങ്ങനെ വളർത്തണമെന്ന്. ആരും വേണ്ട, ഞങ്ങൾക്ക് ആരും വേണ്ട. മോളെ, ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ. ചേട്ടൻ മനഃപൂർവ്വം ഒന്നും പറയാതിരിക്കുന്നതല്ല. ചേട്ടന്റെ സിറ്റുവേഷൻ അതായിരിക്കും. എന്താ സത്യമൊന്നും നമുക്കറിയില്ലല്ലോ. ഇതെല്ലാം ആ താര ചെയ്തു വെക്കുന്ന പണിയാ. താരയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലേ? പക്ഷെ അയാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല അല്ലേ? സത്യം എന്താണെന്ന് അറിയില്ല എന്ന് മാത്രം അല്ലേ? എന്റെ മോള് ഈ ലോകത്ത് മറ്റാരേക്കാളും സ്നേഹിക്കുന്നത് അവളുടെ അച്ഛനാണെന്ന് എനിക്കറിയാം. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത എന്റെ കുഞ്ഞ് അയാളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് എത്ര കഷ്ടപ്പെട്ടെല്ലാം ചോദിച്ചത്. കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞില്ലേ? ഒരിത്തിരി മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അയാള് എന്തെങ്കിലും ഒന്നും പറയില്ലായിരുന്നോ? താര എന്നെ എത്ര ദ്രോഹിച്ചാലും ഞാനത് സഹിക്കും ദുർഗ. ശത്രുക്കളെ ദ്രോഹിക്കുന്നത് നമുക്ക് ക്ഷമിക്കാൻ ദുർഗ. കാരണം അവര് നമ്മുടെ ശത്രുക്കളാ. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, മറക്കാനും.
അഷിത ഞങ്ങളിന്ന് ഇറങ്ങട്ടെ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അങ്ങനെ ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ നല്ലൊരു പാർട്ടിയും നല്ലൊരു ദിവസവും ഇല്ലാതാക്കി കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പാർട്ടി കണ്ടിന്യൂ ചെയ്യാം. അച്ഛനെന്തിനാ എന്നെ പിടിക്കുന്നേ? ഇടാ ഇവിടെ ആര് കിടന്ന് തമ്മിൽ തല്ലിയാലും അതിന്റെ നാണക്കേടും ചീത്തപ്പേരും ഉണ്ടാവുന്നതേ ഇന്ദ്രപ്രസ്ഥൻ തറവാടാണെന്ന് അറിയാലോ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിനക്ക് ബോധമില്ലാതെ പോയോ? ശ്ശ്. അഷിത ഇങ്ങനെ ഒരു പാർട്ടി വിളിച്ച് കൂട്ടിയതിന്റെ പേരിൽ എന്തൊക്കെ നാണക്കേടാ നേരിടേണ്ടി വരുന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ അവളോട് ഒന്നും വേണ്ടാന്ന്. പൃഥ്വി, ഇത് വല്ലാത്തൊരവസ്ഥയാ. എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് ഒന്നും അല്ലാതായി നിൽക്കുക. എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ ഇവിടെയുള്ളവർ തന്നെ എല്ലാം നശിപ്പിച്ചു. എന്താ ഇവിടെ അച്ഛൻ എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നത്? അത് ക്ഷണിച്ചു വരുത്തിയുടെ മുന്നിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാം ചെയ്തത് അഷിതയാണെന്ന് പറയാം. അതിന് അഷിത എന്ത് തെറ്റ് ചെയ്തെന്നാ? പാർട്ടി വെച്ചതാണോ തെറ്റ്? അപ്പതേ പൂർണിമ ചെയ്തതോ? താര ചെയ്തതോ? സഞ്ജയ് ചെയ്തതോ? നീ കിടന്ന് ബഹളം വെച്ചതോ? അതെ, എല്ലാവർക്കും സന്തോഷിക്കാൻ അഷിത ഒരു പാർട്ടി വെച്ചു. അവിടെ വന്ന് അലമ്പുണ്ടാക്കിയവര് നല്ലവരും എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരം ഉണ്ടാക്കിയവര് തെറ്റുകാരിയും. ഇത് എവിടുത്തെ ന്യായോ പൃഥ്വി? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നീ ദേ ഇവളുടെ ഭർത്താവാണ്. ഇവൾ ഇവിടെ വന്ന എല്ലാവരുടെയും മുന്നില് നാണം കെടാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. ഓ, അത് മാത്രമല്ല, അഷിത പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് നീ അവളെ കരയിക്കാൻ പാടില്ലായിരുന്നു. അതെ, ഈ സമയത്ത് ഭർത്താക്കന്മാര് ഭാര്യയുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കേണ്ടതാ. നമുക്ക് ഡാൻസ് കണ്ടിന്യൂ ചെയ്യാം. മ്യൂസിക് പ്ലീസ്. കമോൺ സഞ്ജയ്. പൃഥ്വി എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരുമോ? വാ ചെല്ലു മോനെ, എന്തോ ചെല്ല്. എന്റെ ഈ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചതാ. വാ അമ്മേ. വാ. ചെല്ല്. എന്തേലും ആട്ടെ. വാ.